നമസ്കാരം. മാഗ്നവിഷൻ ടി വിയുടെ ഓപ്പൺ ഹാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ തന്നെ വളരെ പ്രശസ്തനായ ഒരു അഡ്വക്കേറ്റാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അഡ്വക്കേറ്റ് BA ആളൂർ. എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ അദ്ദേഹത്തെ ഒത്തിരി സ്നേഹത്തോടുകൂടി ഞങ്ങളുടെ ഈ ഓപ്പൺ ഹാർട്ട് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത, ആളുകളെ, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആളുകളെ, ജീവിതത്തിൽ സ്വന്തമായി വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുന്ന ആളുകളെ പ്രേക്ഷകരുമായിട്ട് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ആശയത്തോടു കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിന് ഓപ്പൺ ഹാർട്ട് എന്നുള്ളൊരു തുറന്ന മനസ്സോടുകൂടി സംസാരിക്കുക എന്നുള്ള ഒരു ആശയത്തോടു കൂടിയാണ് ഈ ഒരു ഇൻ്റർവ്യൂ. ഇതിനകത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുരുക്കുന്ന ചോദ്യങ്ങളില്ല, കുഴയ്ക്കുന്ന ചോദ്യങ്ങളില്ല. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് സംസാരിക്കാവുന്ന ഒരു പ്രോഗ്രാമാണ്. റൈറ്റ്. കാരണം അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ചോദിക്കുന്നത് സാറിൻ്റെ വീട്ടുകാര്യങ്ങളാണ്. സാറിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഒന്ന് പറയാമോ? നോക്കൂ, ഒരു കർഷക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്, ഒരു പക്ഷേ വളർന്നതും എന്ന് തന്നെ പറയാം. വിദ്യാഭ്യാസകാലം കൃഷിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 10ാം ക്ലാസ് വരെ ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിക്കുകയും പള്ളിയും പള്ളിക്കടുത്തുള്ള പ്രാന്തപ്രദേശങ്ങളും ജനങ്ങളും നാട്ടുകാരും പെരുന്നാളും അമ്പലത്തിലെ പൂരവും പുയവും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള മുസ്ലിം പള്ളിയിലെ ആരാധനയൊക്കെ കണ്ട് വളർന്ന് ഒരു 2-2.5 കിലോമീറ്റർ ദൂരത്തുള്ള സ്കൂളിൽ പോയി. എല്ലാ ദിവസവും അവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൃഷി ആയതുകൊണ്ട് കാലത്തുള്ള പ്രാർത്ഥനയ്ക്ക്, സ്കൂളിലെ പ്രാർത്ഥനയ്ക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ അതിന് നമുക്ക് ചുട്ട അടിയും കിട്ടാറുണ്ട്, അല്ലെങ്കിൽ ഈ അസംബ്ലി സമയത്ത് പുറത്ത് നിൽക്കേണ്ട ഗതികേടും ഉണ്ടാകാറുണ്ട്. പക്ഷേ അന്ന് ഞാൻ വളരെ രസകരമായ ഒരു സംഭവം എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. എന്നെ ഒരു ആനി എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ് സ്കൂളിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ കാലത്ത് 5ലും 6ലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ദിവസം, അപ്പോൾ നമുക്കറിയാം ആ കാലഘട്ടത്തിൽ ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അന്ന് ചെരുപ്പില്ല, കുടയില്ല, ഇല പിടിച്ചു പോകണം. അപ്പോൾ മഴ വരുമ്പോൾ ഒരു കുടയിൽ 4 പേര്, അങ്ങനെ കുടയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയണം. വാഴയില വീട്ടിൽ വാഴയിലൊക്കെ വെട്ടി പാടം കടന്നു പോകണം. അപ്പോൾ നല്ല മഴ പെയ്താൽ പിന്നെ പാടത്തൂടെ പോകാൻ പറ്റില്ല, റോട്ടിലൂടെ വെള്ളം ഒലിക്കുമ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ദൂരത്ത് 2-2.5-3 കിലോമീറ്റർ കറങ്ങി വരണം. ഒരു ദിവസം അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഡ്രസ്സ് മാറി, പക്ഷേ താഴെ ഇട്ടിരുന്ന ഈ ട്രൗസർ മാറാൻ മറന്നുപോയി. അപ്പോൾ അത് കുഴപ്പം കീറിയതാണ്. നമുക്കറിയാലോ, ചെറുപ്പത്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. സ്കൂളിലവിടെ എത്താറായപ്പോഴാണ് എനിക്ക് ഈ ബോധ്യം വന്നത്, അയ്യോ ഇത് മറന്നുപോയല്ലോ എന്ന്. തിരിച്ചു വരണം, ഒരു ദിവസം നഷ്ടപ്പെടും. അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് തിരിച്ചു വന്നപ്പോൾ ഗംഭീര മഴ പെയ്തു, അന്ന് സ്കൂളുണ്ടായില്ല. ഈ സ്കൂളിൽ പോകുക എന്നുള്ളത് അന്നത്തെ കാലത്ത് 2 കാര്യമാണ് പ്രാധാന്യം. പഠിക്കുക എന്നുള്ളത് ഒന്നുമല്ല, കൂട്ടുകാരെ കാണാം, നല്ല ഉപ്പുമാവ് കിട്ടും. ഇതാണ് സ്കൂൾ. അന്നത്തെ കാലത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അതിലേക്കാണ്. നമ്മുടെ വീട്ടിൽ ഭക്ഷണമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അവിടെ ചെന്ന് കൂട്ടുകാരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ ഉപ്പുമാവ് കഴിക്കാം, വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം. ഇതാണ് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ 8, 9, 10 ക്ലാസ്സുകളിൽ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ വാനിറ്റി ബാഗോ ഇന്നത്തെ പോലെ സൗകര്യങ്ങളോ തോളിലിടാവുന്ന ബാഗൊന്നുമില്ല. ഈ പുസ്തകം അടക്കി തോളിൽ വെച്ച് പോകണം. അന്ന് അത്രമാത്രമാണ് പാഠ്യഭാരം എന്ന് പറയുന്നത്. എല്ലാം വായിച്ചു നോക്കുന്നോ പഠിക്കുന്നോ എന്നറിയില്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്ന വേറൊരു പ്രത്യേകത, 5ാം ക്ലാസ്സിലായപ്പോൾ സാൻസ്ക്രിറ്റ് പഠിക്കണോ അറബി പഠിക്കണോ അതോ മലയാളം മാത്രം പഠിച്ചാൽ മതിയോ? അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ സാൻസ്ക്രിറ്റ് പഠിക്കാൻ പോയി. ഞാനും കുറച്ച് കാലം സാൻസ്ക്രിറ്റ് പോയി. പിന്നെ എനിക്ക് മനസ്സിലായി അതും നമ്മുടെ ശരീരവുമായി യോജിക്കുന്നില്ല. അതുകൊണ്ട് അന്ന് സാൻസ്ക്രിറ്റോ അറബിക്കോ എനിക്ക് പഠിക്കാൻ സാധിച്ചില്ല. പക്ഷെ ഇന്ന് അതിൽ ഞാൻ ദുഃഖം അല്പമെങ്കിലും എനിക്കുണ്ട്. സാൻസ്ക്രിറ്റ് ഫ്ലുവൻ്റായിട്ട് എനിക്ക് പറയാനറിയില്ല, ഒരു പക്ഷേ അറബി ഫ്ലുവൻ്റായിട്ട് പറയാനറിയില്ല. പക്ഷെ കേട്ടാൽ രണ്ടും എനിക്ക് നന്നായി മനസ്സിലാകുകയും ചെയ്യും. പിന്നെ മലയാളം പഠിച്ചു. മലയാളവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ചു.
നല്ല നല്ല അനുഭവങ്ങൾ 10ാം ക്ലാസ് വരെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പിന്നെയുള്ളതാണ് പ്രീ ഡിഗ്രി എന്ന് പറയുന്നത്. ഇവിടെ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ദൈവവിശ്വാസിയാണ്, എൻ്റെ കുടുംബ ദൈവവിശ്വാസമാണ്. അപ്പോൾ അന്നൊക്കെ ഫാദർ പോലെയുള്ള അങ്ങേപോലുള്ള ആളുകൾക്ക് ഫാദറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് അറിയാം. അവിടെ ആൾട്ടർ ബോയ്സ് എന്ന് പറയുന്നത് വലിയ ഒരു സമൂഹം വളരെ ബഹുമാനത്തോടെ കൽപ്പിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ആൾട്ടർ ബോയ്സ് ആയതുകൊണ്ട് അന്നത്തെ ഞങ്ങളുടെ തൃശ്ശൂർ അതിരൂപതയുടെ ബിഷപ്പായിരുന്ന ഡോക്ടർ ജോസഫ് കുണ്ടുകുളം അവരുടെ നേതൃത്വത്തിലുള്ള ഒരു കോളേജിൽ അഡ്മിഷൻ വേണം. അന്നത്തെ ഫാദറിനെ കണ്ടു. അപ്പോൾ അഡ്മിഷൻ കിട്ടും എന്ന് പറഞ്ഞു. സെയിൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂർ. പക്ഷേ അവിടെ അഡ്മിഷൻ കിട്ടാൻ 2 കുട്ടികളുണ്ട് എൻ്റെ ഇടവകയിൽ നിന്ന് തന്നെ. എന്നേക്കാൾ കൂടുതൽ മാർക്കുള്ള ഒരു പയ്യൻ, പക്ഷേ കുറവ് മാർക്കുള്ള ഞാൻ എങ്ങനെ അഡ്മിഷൻ എടുക്കും? അവിടെയും ആൾട്ടർ ബോയ്സ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ ഞാൻ അംഗമായതുകൊണ്ട് എന്നെ അവിടുത്തെ ഫാദർ അവിടെ നിയോഗിക്കാനായിട്ട് അവിടെ വെച്ചാണ് സത്യം പറഞ്ഞാൽ ഇന്ന് അങ്ങ് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇനി വരാൻ പോകുന്നത്. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ അവിടെ ഒരു കോമ്പിനേഷൻ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞു, എന്താണോ കോമ്പിനേഷൻ ഗ്രൂപ്പ് പഠിച്ചാൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയില്ലെങ്കിലും അഭിഭാഷകനായിരിക്കൂടെ എന്ന്. ഒരു പക്ഷേ അതായിരിക്കാം പിന്നീടുള്ള കാലഘട്ടത്തിൽ എന്നെ വളർത്തി വലുതാക്കി. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 35 കിലോമീറ്റർ അകലെയാണ് ഈ സെൻറ്റ് തോമസ് കോളേജ്. ഞാൻ ഇന്നും എൻ്റെ ഒപ്പം പഠിച്ച സെൻറ്റ് തോമസിൽ പഠിച്ച ഒരുപാട് വ്യക്തികൾ, പോലീസുകാരുണ്ട്, ഡോക്ടർമാരുണ്ട്, സെൻറ്റ് തോമസ് കോളേജിലെ പ്രൊഫസറുണ്ട്, അതുപോലെ എൻ്റെ ഒപ്പം പഠിച്ച ഏറ്റവും അടുത്ത ബിസിനസ്സുകാരുണ്ട്, ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകളും പോലും ഉണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ പറയുന്ന ഒരേ ഒരു ആശയം ഇതാണ്. ആ ഒരു 2 വർഷക്കാലം ജീവിതത്തെ ശരിക്ക് മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം. കാരണം ഒരു പാവപ്പെട്ട ഏറ്റവും ചെറിയ ഒരു ഗ്രാമത്തിൽ നിന്ന് ഞാനൊരു വലിയ ഒരു ലോകത്തിലേക്ക് ആദ്യമായി മാറുന്നത് അവിടെയാണ്. ഞാൻ ഇന്നും ഓരോ ചെറിയ സംഭവങ്ങൾ, സിനിമയ്ക്ക് പോകുന്ന കാര്യമാണെങ്കിലും അതിന് ശേഷമുള്ളാവുന്ന മഴയും വെയിലും ബഹളവും, സത്യം പറയട്ടെ, അഡ്വക്കേറ്റ് BA ആളൂർ ആദ്യമായി ചെരുപ്പിടുന്നത് പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറിലാണ്. നോക്കൂ, അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ഇന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ഐ മേ ബി എക്സ്റ്റെൻഡഡ് മൈ ബെസ്റ്റ് ലൈഫ് ഇൻ മൈ ഷോർട്ട് സ്പാൻ ഓഫ് ചെറിയ കുട്ടിക്കാലത്ത് ആണ് എന്ന് ഞാൻ പറയും. എല്ലാവർക്കും കുട്ടിക്കാലം വളരെ പ്രിയപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഒരു ചോദിക്കാനുള്ളത്, കുട്ടിക്കാലത്ത് തന്നെ ഒരു വക്കീലാണോ എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നോ? അല്ലെങ്കിൽ എന്താകാനായിരുന്നു ആഗ്രഹം ചെറുപ്പത്തിൽ? കുട്ടിക്കാലത്ത് 2 കാര്യമാണ്. ഒന്ന്, സാമൂഹിക ചുറ്റുപാടുകൾ, ഒരു പള്ളിയിൽ അച്ഛനാകണം. 2, എന്തു വന്നാലും ഏത് സാഹചര്യങ്ങൾ നമുക്കെതിരെ വന്നാലും അത് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കഠിന പ്രയത്നം അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നും ഒരു വലിയ സംഭവം ഓർക്കുകയാണ്. എൻ്റെ പിതാവ് മരിച്ച 2 ദിവസത്തിനപ്പുറം തൊട്ടടുത്ത് താമസിക്കുന്ന എൻ്റെ ഒപ്പം പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അച്ഛൻ എന്നോട് ചോദിച്ചു, മോനെ, മറ്റന്ന പരീക്ഷയാണ്, പരീക്ഷ ഹിന്ദിയാണ്, അപ്പോൾ അപ്പച്ചൻ മരിച്ചതുകൊണ്ട് മറ്റന്ന പരീക്ഷയ്ക്ക് പോകാതിരിക്കരുത്, ഈ പരിപാടികളൊക്കെ കഴിയും, ഭാവി ഒരിക്കലും നിങ്ങൾ നശിപ്പിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ഇന്നും ആലോചിക്കുകയാണ്, ഞാൻ ഹിന്ദി എനിക്ക് നന്നായി അറിയുന്ന ഭാഷയായതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എടുത്തു. അത് ഒരു ദോഹയായിരുന്നു. അത് കാളിദാസ് അന്ന് എഴുതി വെച്ചുള്ള ഒരു ദോഹയായിരുന്നു. അതിൻ്റെ രത്ന ചുരുക്കം ഇതായിരുന്നു: ഒരു വ്യക്തി മരിക്കും, അതിൽ ഒരു ചെറിയ പുഷ്പം പോലെയോ ഒരു പുൽമുനമ്പ് പോലെയോ എന്തെങ്കിലും വളർന്നു വരും. അതിൻ്റെ ഏറ്റവും തുഞ്ചത്ത് അത് ഒടിച്ചെടുത്ത് ആ വെള്ളത്തുള്ളികൾ കയ്യിലാക്കിയാൽ ഉണ്ട് ഒരു സുഖവും സന്തോഷവും. നോക്കൂ, ഫാദർ മരിച്ചിരിക്കുന്ന എനിക്ക് ആദ്യം വരുന്ന ഒരു ദോഹ അത് കണ്ട് എന്താണ് ഹിന്ദി പറയുന്നത്, സച്ച് മേ ലർ ഗയ. അങ്ങനെ അത് വെച്ചുകൊണ്ട് ഞാൻ എഴുതി, പരീക്ഷ എഴുതി, എക്സാം കഴിഞ്ഞു. എൻ്റെ ഒപ്പം ഇപ്പോഴത്തെ സീനിയർ ഇൻസ്പെക്ടറായ എൻ്റെ ഒരു ഫ്രണ്ട് ആനന്ദൻ, ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ് റിസൾട്ട് നോക്കാൻ പോയത്. അദ്ദേഹത്തെ റിസൾട്ടല്ല നോക്കിയത്, എൻ്റെ റിസൾട്ടാണ് നോക്കിയത്, ഞാൻ ജയിച്ചിട്ടുണ്ടോ തോറ്റിട്ടുണ്ടോ എന്ന്. ദെൻ ഐ പാസ്. അങ്ങനെ ഓരോ അനുഭവങ്ങൾ,
അതാണ് പിന്നീട് ഉള്ള ഈ ജീവിതചര്യകളിൽ ഞാൻ ഓരോ ചങ്കുറ്റത്തോടെയും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. അപ്പോൾ ഏറ്റവും ദുഃഖമുണ്ടായ ദിവസങ്ങളെന്ന് പറയുന്നത് എൻ്റെ ഫാദറിൻ്റെ മരണമാണ്. ആ സമയത്ത് എൻ്റെ ഏജ്. അത് കഴിഞ്ഞ് ഒരു പക്ഷേ എൻ്റെ മമ്മി മരിച്ചിട്ട് 5-6 വർഷം മുമ്പ് ഞാൻ കരഞ്ഞിട്ട് പോലുമില്ല. കാരണം അത്രയും സാഹചര്യങ്ങളിലൂടെ ഞാൻ ഒരു ലോയറായിക്കൊണ്ട് കടന്നുപോയി. അപ്പോൾ അത് ഒരു നല്ല അനുഭവമുള്ള കാലമായിരുന്നു. അതിനുശേഷമാണ് ഡിഗ്രിയിലേക്ക് ഞാൻ വരുന്നത്. അവിടെയും വളരെ രസകരമായ അനുഭവങ്ങൾ എനിക്കുണ്ട്. കാരണം എൻ്റെ ബ്രദേഴ്സ് എല്ലാം ബോംബെയിലും നാസിക്കിലും പൂനെയിലൊക്കെ സെറ്റിൽഡാണ്. അപ്പോൾ ഞാനൊരു ദിവസം 10ാം ക്ലാസ്സും പ്രീ ഡിഗ്രിയും കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഈ SSLCയുടെ ഒരു പേപ്പർ വാങ്ങിക്കാനായിട്ട് രസകരമായൊരു ദിവസം അദ്ദേഹത്തെ കാണുകയാണ്. നോക്കുമ്പോൾ അദ്ദേഹം പാൻ്റ് ഇട്ടിട്ട് വളരെ രസകരമായിട്ട് നടക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്രയും കാര്യങ്ങളുള്ള അവനെ ഒരു 2-3 മാസം കൊണ്ട് പാൻ്റ് ഇട്ട് നടക്കാമെങ്കിൽ എനിക്കെന്തുകൊണ്ട് ഈ പ്രോഗ്രസ്സിലേക്ക് വന്നുകൂടാ? അദ്ദേഹം തിരുപ്പൂര് എവിടെയോ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. ഐ എം റിമെമ്പറിങ് മൈ 3 years ഡിഗ്രി കാലഘട്ടം. ഞാൻ ഒരു ദിവസം പോലും മുണ്ടെടുത്തിട്ടില്ല. എന്നോട് ഒരു ദിവസമെങ്കിലും മുണ്ടെടുക്കാൻ എൻ്റെ കൂട്ടുകാരെ ആവശ്യപ്പെട്ടു. ആ ആവശ്യം ഞാൻ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഞങ്ങൾ തമാശയായിട്ട് പറയുകയും ചെയ്തു. ഏത് കോളേജിലായിരുന്നു? ഞാനൊരു പ്രൈവറ്റ് കോളേജിലായിരുന്നു. അവിടുത്തെ മാഷ്, ടീച്ചർ ഇവർ 2 പേരും ഒരു പക്ഷേ ക്രിസ്ത്യൻ കുടുംബത്തിൽ പെട്ടതായതുകൊണ്ട് എനിക്ക് ഫുൾ സ്വാതന്ത്ര്യമായിരുന്നു അവരുടെ വീട്ടിലും ഓഫീസിലും. ഇന്ന് ഞാനിപ്പോഴും വളരെ അഭിമാനത്തോടെ പറയുകയാണ്, ഞാൻ ചെല്ലുമ്പോൾ ആ മാഷ് എന്നെ കണ്ടാൽ എണീറ്റു നിൽക്കുന്നു. നോക്കൂ, ഇവിടെയാണ് ഒരു വ്യക്തിയുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ഓരോ വ്യക്തികളുടെയും വിജയം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഒരിക്കലും അതിൽ അനുവദിക്കുന്നില്ല. എൻ്റെ അധ്യാപകൻ എൻ്റെ ഗുരുവാണ്, എൻ്റെ ദൈവമാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറയും, അങ്ങനെ ഒരിക്കലും അങ്ങ് പറയാൻ പാടില്ല. സാറെന്നല്ല, എൻ്റെ പേര് വിളിച്ചെന്നെ എന്നോട് സംസാരിക്കണം. അതാണ് എനിക്ക് എൻ്റെ റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു കാലഘട്ടം 3 വർഷം സുഖമായിട്ട് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനെ ഞാൻ കാണുന്നുണ്ട്. അത് രസകരമായ എന്താണ് അന്നത്തെ കാലത്ത് ഗേൾ ഫ്രണ്ട്സ് ആയാലും ബോയ് ഫ്രണ്ട്സ് ആയാലും നമ്മൾ പറയില്ലേ, അത് രസകരമായിട്ട് ഉച്ചയ്ക്ക് ഒരു ചായ കുടി, അതിനൊരു പരിപ്പ് വട അല്ലെങ്കിൽ ഒരു പപ്പട വട, അതൊക്കെ കഴിക്കുന്ന ആ ഒരു സാഹചര്യം ഇന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർത്തെടുക്കുകയാണ്. സിറ്റിയിൽ ആദ്യമായിട്ട് ഞാൻ വരുന്നു. അന്നത്തെ കാലത്ത് നമുക്ക് ജോലി ചെയ്യാതെ ഒന്നും പറ്റില്ല. അപ്പോൾ ഞാൻ 2 ചെറിയ ജോലികളന്ന് ഞാൻ ചെയ്തിരുന്നു. ഇന്ന് ഞാൻ എന്തിനത് പറയണം എന്ന് പറഞ്ഞാൽ, നോക്കൂ, അത് പറയുന്നത് കൊണ്ട് എനിക്കൊരു അഭിമാനക്കേടുമില്ല. ഞാൻ ഒരു വലിയ വക്കീലാണെന്ന് പലരും പറഞ്ഞാലും, ഇപ്പോൾ പല ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു വക്കീലാണെന്ന് പറഞ്ഞാലും, എൻ്റെ ജീവിത കാലഘട്ടങ്ങളിൽ ഞാൻ അന്ന് ചെയ്ത ജോലിയെക്കുറിച്ച് എനിക്കൊരു മോശവുമില്ല. ഞാൻ അവിടെ നമ്മുടെ നാട്ടിൽ ചെറുപ്പത്തിലുണ്ടായിരുന്നതാണ് ഈ നെല്ല് ഉണക്കി അരിയായി പൊടിപ്പിച്ചു കൊടുക്കുക. ഞാൻ എൻ്റെ ബ്രേക്കില്ലാത്ത സൈക്കിളിൽ അതെടുത്ത് ചെയ്തു കൊടുക്കുന്നു. 5, 6, 10 രൂപ എനിക്ക് കിട്ടും. പിന്നെ നാട്ടിലുണ്ടാവുന്ന ചെറിയ ചെറിയ കച്ചവടങ്ങൾ, അതും മുരിങ്ങക്കായാണെങ്കിലും മാങ്ങയാണെങ്കിലും അതെടുത്ത് കീറിയ മുണ്ടും ഇട്ടുകൊണ്ട് ഞാൻ കച്ചവടക്കാരനായിട്ട് കുന്നംകുളം അങ്ങാടിയിൽ കറങ്ങി നടന്ന ആളാണ്. ഞാൻ ഇന്നും ഓരോ സംഭവങ്ങൾ ഓർക്കുകയാണ്. അപ്പോൾ ചെരുപ്പിടാതെ പോകുന്ന അന്നത്തെ ഒരു ചെറിയ പയ്യൻ, ഒരു ദിവസം പോലും കോളേജിലെ പാൻറ്റിടാതെ പോകാത്ത കള്ളി മുണ്ടെടുത്ത കീറിയ മുണ്ടെടുത്ത വ്യക്തി. അതൊക്കെ ഞാൻ ജോലിയുടെ ഭാഗമായിട്ട് അന്നും ഇതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അഭിമാനത്തോടെ ആ 3 വർഷം കഴിഞ്ഞുകൂടി. എൻ്റെ ബ്രദേഴ്സ് അത്യാവശ്യമായിട്ട് പൈസ തന്നിരുന്നു. അങ്ങനെ 3ാം വർഷം ഈ പറയുന്ന ഡിഗ്രി പൂർത്തിയായപ്പോൾ ഒരു പരാജയം എനിക്ക് സംഭവിച്ചു. മർക്കൻറ്റൈൽ ലോ എന്ന് പറയുന്ന ഒരു പേപ്പർ എനിക്ക് നഷ്ടപ്പെട്ടു. നോക്കൂ, ഇന്ന് ഞാൻ ലോയറാണ്. 2 പ്രാവശ്യം പേപ്പർ എഴുതിയിട്ടാണ് എനിക്കൊരു വർഷത്തിനുള്ളിൽ ഈ ഡിഗ്രി തന്നെ പാസ്സാക്കാൻ സാധിച്ചത്. അതിനുശേഷം ഞാൻ പൂനെയിലേക്ക് പറിച്ചു നടപ്പെട്ടു. ഇതാണ് എൻ്റെ 1 മുതൽ ഡിഗ്രി വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഇതൊരു പുതുമയായിരിക്കും. കാരണം താങ്കളെ പ്രേക്ഷകർ അറിയുന്നത് മാധ്യമങ്ങളിലൂടെയും മറ്റുള്ള ചാനലുകളിലൂടെയൊക്കെ താങ്കളെ അറിയുന്നത് വിവാദപരമായിട്ടുള്ള കേരളത്തിലുണ്ടായിരിക്കുന്ന കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വക്കീൽ, ഒരു പക്ഷേ ഒരു ഭീകര മുഖമാണ്
പലരും കൊടുത്തിരിക്കുന്നത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പല ഇൻ്റർവ്യൂവിലും അത് പ്രതിഫലിച്ച് നിൽക്കാറുമുണ്ട്. അതിനോടനുബന്ധിച്ച് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കേസ് എടുത്തതിന് ശേഷം ഇതെനിക്ക് ഈ ഒരു കേസ് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? നോക്കൂ, ഞാൻ കേസിൻ്റെ കാറ്റഗറിയിലേക്ക് വരുന്നതിനേക്കാൾ മുൻപ് കുറച്ചു കാലം ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നു പൂനെയിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എനിക്ക് എൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനോട് പറയേണ്ടി വരുന്നത് എനിക്കൊരു അഭിഭാഷകനാവണം എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണോ ഒരു എഗ്രിമെൻറ്റ് നടത്തുന്ന ഒരുപാട് അഭിഭാഷകരെ കണ്ടിട്ട് ഇവിടെയും ഞങ്ങൾ ചെയ്യുന്നത് അത് തന്നെയാണ്. പക്ഷേ എനിക്ക് CA കാരനാവാതെ ഒരു അഭിഭാഷകനാകണം. എൻ്റെ വീടിനടുത്തുള്ള 2 പേര് LLM പൂർത്തിയായി വലിയ ജോലികൾ ചെയ്യുന്നവരാണ്. അപ്പോൾ അവരോട് എൻ്റെ ബ്രദർ, ഇപ്പോൾ ഇവിടെ ഫോട്ടോയിൽ കാണുന്ന എൻ്റെ ബ്രദർ ചോദിച്ചു, എടോ അവരെ പോയി കണ്ടാൽ മതിയില്ലേ? ഞാൻ പറഞ്ഞു, പറ്റില്ല, എന്നെ കൊണ്ടുപോകണം. ഞാൻ അവിടെ ചെന്നു. ഇവർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയ ആളുകൾ, ലോ കോളേജ് ആദ്യം ഞാൻ കാണുന്നു. ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കുന്നു. അവിടെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ഒരു റൂമിനുള്ളിൽ 8-10 ആളുകൾ ഒരുമിച്ച് കിടക്കുന്നു. ഞാൻ പറഞ്ഞു, ഇതാണോ ഇവരൊക്കെ വലിയ വലിയ കാര്യങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ പറയുമ്പോൾ ഇവർ താമസിക്കുന്ന സ്ഥലം? ഞാൻ ലോ കോളേജും കാര്യങ്ങളൊക്കെ ചുറ്റിക്കണ്ടു. എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലായി. പക്ഷേ എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല ആ വർഷം. ഞാൻ തിരിച്ചു വന്നു, ബ്രദറിനോട് പറഞ്ഞു, നോ നീഡ് ടു കം, ഇനി ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തുകൊണ്ട്. ഞാൻ പരിസര പ്രദേശങ്ങളിലെല്ലാം അന്ന് മമ്മൂട്ടി ഇരുന്നിരുന്ന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നു. അവിടെയുള്ള ഒരുപാട് സംവിധായകരും നാടകകൃത്തുക്കളും അവിടെ പഠിച്ച കാലഘട്ടങ്ങൾ, വലിയ വലിയ ലോ കോളേജ്, വലിയ വലിയ നേതാക്കന്മാർ, അന്നത്തെ പ്രൈം മിനിസ്റ്ററായിരുന്ന ആന്ധ്രാപ്രദേശ് പ്രൈം മിനിസ്റ്റർ അടക്കമുള്ള ആളുകൾ പഠിച്ച കാലഘട്ടം, ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അന്നത്തെ ചീഫ് ജസ്റ്റിസ് അഹമ്മദി, അദ്ദേഹം പഠിച്ച ലോ കോളേജ് ഒരു അഭിമാനം തോന്നി. പിറ്റേ വർഷം ഞാൻ ഒറ്റയ്ക്ക് നേരിട്ട് എൻ്റെ പ്രിൻസിപ്പളെ കണ്ട് സംസാരിച്ച് ഞാൻ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്ത് അവിടെ അഡ്മിഷൻ എടുത്തു. ഈ ഒരു 2-3 വർഷം ഞാൻ അവിടെ താമസിച്ചപ്പോൾ എനിക്ക് ഹിന്ദി അറിയാവുന്നത് കൊണ്ട് ഈ ഭാഷ മറാഠി പഠിക്കാൻ എനിക്ക് സാധിച്ചു. ഞാനൊരു പക്ഷേ സോറി ടു സേ എൻ്റെ പ്രിൻസിപ്പളോട് മറാഠിയിൽ സംസാരിച്ചാണ് എൻ്റെ ഇൻ്റർവ്യൂ നടത്തിയത്. ഞാനൊരു മലയാളിയാണ് എന്ന് അവിടെയുള്ള ഒറ്റ ആളുകൾക്ക് അറിയില്ല ഒരു വർഷം വരെ. പിന്നെ ഞാൻ മലയാളികളോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഞാനും മലയാളിയാണ്. എന്തുകൊണ്ടായിരുന്നു മലയാളം സംസാരിക്കാതിരുന്നത്? നോക്കൂ, ഞാൻ ഒരു 3-4 വർഷം ഞാൻ അവിടെ ജീവിച്ച ചുറ്റുവട്ടം എന്ന് പറയുന്നത് വെറും ലോക്കൽ ഭാഷ മാത്രം പറയുന്ന സമൂഹം. പിന്നെ അവിടെ ചെന്ന് ഓരോരുത്തരെ കണ്ടാൽ അവിടെയും അവർ നമ്മളുമായി പരിചയപ്പെട്ട് റാഗിങ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. 2, നമ്മൾ മലയാളം സംസാരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഇംഗ്ലീഷോ ഹിന്ദിയോ സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഒഴിവായി ലാംഗ്വേജ് നമുക്ക് നഷ്ടപ്പെടും. ഇങ്ങനെ പല കാര്യങ്ങളും അതിന് ഉദാഹരണമായിരുന്നു. പിന്നെ അവിടെയുള്ള പല കാര്യങ്ങളും ഞാൻ നിർത്തിവെക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 3 വർഷം അവിടെ ഞാൻ കഴിഞ്ഞുകൂടി. ഞാനൊരു ചെറിയ ഇൻസിഡൻറ്റ് കൂടി അതിനോടൊപ്പം ചേർത്ത് പറയട്ടെ. തീർച്ചയായിട്ടും. ഞാൻ സാധാരണ ബസ്സിൽ യാത്ര ചെയ്ത് ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് ബസ്സിലുണ്ടാകും, കുട്ടികളായാലും വലിയ ആളുകളായാലും. ഒരു ലേഡീസ് കോളേജിന് മുന്നിൽ ഇറങ്ങി അവിടെ നിന്ന് എനിക്ക് 1.5-2 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഞാൻ ഒരു ദിവസം പോലും നടന്നു പോയിട്ടില്ല. അവിടെ കൈ കാണിച്ചാൽ മതി, ആരെങ്കിലും ഒന്ന് നിർത്തി കൊണ്ടുപോകും. ഒരു ദിവസം ഒരു രസകരമായ അനുഭവം അത് കൂട്ടിച്ചേർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ലേഡി എന്നോട് കൈ കാണിച്ചപ്പോൾ നിർത്തി. കാരണം സാധാരണ ഒരു കെനിയൻ പെൺകുട്ടിയാണ് എന്നെ കൊണ്ടുപോകാൻ, എൻ്റെ ക്ലാസ്മേറ്റ്. പക്ഷേ അന്ന് അവർ വരാൻ വൈകിയത് കൊണ്ട് ഈ ലേഡി കൈ കാട്ടിയപ്പോൾ നിർത്തി. അപ്പോൾ എന്നോട് ചോദിച്ചു, ആർ യു ഫ്രം? അപ്പോൾ അഭിമാനത്തോടെ ഐ ആം ഫ്രം കേരള. ഞങ്ങൾ സംസാരിച്ച് എവിടെയും ലോ കോളേജിലാണ്, ഞാൻ വക്കീലാവുന്ന ആളാണ്, വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവസാനം ലോ കോളേജ് എത്തിയപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഉള്ളിൽ വിടണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, എന്നെ പുറത്ത് വിട്ടാൽ. അല്ല, ഞാൻ ഉള്ളിൽ വിട്ടേക്കാമെന്ന് പറഞ്ഞു. ഉള്ളിൽ വിട്ടു. ഞാൻ ഉള്ളിൽ ഇറങ്ങി. ഇവർ എങ്ങോട്ടോ പോയെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ നിന്ന് നടന്ന് എൻ്റെ കോളേജിലേക്ക് ചെന്നു. എല്ലാവരും ഫ്രണ്ടിലിരിക്കുന്നു, ഞാൻ ബാക്കിലൊരു 2-3 സീറ്റിലിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ഒരു ടീച്ചർ അവിടെ കടന്നു വരുന്നു. ഞാൻ ചുറ്റിപ്പോയി. എന്നെ ഇറക്കിയ അതേ സ്ത്രീയാണ് അവിടെ ടീച്ചർ. ആ റൂമിൽ പോലും ഇരിക്കാൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഷീ വാസ് എ ലോയർ.
എൻ്റെ ജീവിതത്തിൽ ഒരു അഭിഭാഷകനായി ഏറ്റവും ആദ്യത്തെ കേസ് നടത്തിയത് ആ ടീച്ചർ പ്രോസിക്യൂട്ടറായിട്ടാണ്. നമുക്ക് ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അത് രണ്ടാമതൊരു ഭാഗമായിട്ട് വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു സംഭവം കൂട്ടിച്ചേർത്തുകൊണ്ട് ഇന്ന് അവരെന്നെ കാണുമ്പോൾ അത്രയും അടുത്തിടപഴകി എന്നോട് കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും ചോദിച്ചറിയാറുണ്ട്. അതുപോലെ ആ കോളേജിലുണ്ടായിരുന്ന ഒരു പ്രൊഫസർ, ഹി വാസ് എ ലോയർ ഓഫ് ഏറ്റവും വലിയ സിനിമാ നടനായിട്ടുള്ള, നിങ്ങൾക്കറിയാം, ശിങ്കാരി, മാനിനെയും ഇതിനൊക്കെ വേട്ട നടത്തിയ സൽമാൻ ഖാൻ, അദ്ദേഹത്തിൻ്റെ വക്കീലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് കേൾക്കാനായിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുമായിരുന്നു. ഇന്ന് എന്നെ കേൾക്കാനായിട്ട് അദ്ദേഹം ഇല്ലാത്ത സമയം കണ്ടെത്തി ഞാൻ ഉള്ള കോടതികളിൽ ഇല്ലാത്ത സമയം വരെ കാത്തിരുന്ന് ആർഗ്യുമെൻ്റ് ഞാൻ ഒരുമിച്ച് നടത്തുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രതി നിങ്ങൾക്കറിയോ എന്നറിയാം, തെർമേസ് കമ്പനിയുടെ ചെയർപേഴ്സൺ, 6000 കോടിയുള്ള അവർ എതിർകക്ഷിയായ കേസിൽ ഞാൻ കംപ്ലൈനറ്റിന് വേണ്ടി കോടതിയിൽ ഹാജരായപ്പോൾ ഇദ്ദേഹം വന്ന് നടത്തിയ ആർഗ്യുമെൻറ്റും എൻ്റെ ആർഗ്യുമെൻറ്റും അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്നത്, ഈ ഫീൽഡിൽ ഏത് കേസ് എടുക്കണം എന്നൊരു ചോദ്യമാണ് അങ്ങ് എന്നോടിപ്പോൾ ചോദിച്ചത്. ഞാൻ ഒരു അഭിഭാഷകനായി വന്നതിന് ശേഷം നാട്ടിൽ എല്ലാവരെയും കാണിച്ചു ഞാനൊരു വക്കീലായി കേട്ടോ. അതിനുവേണ്ടി ഞാൻ കേരളത്തിലേക്ക് തിരിച്ചു വന്നു. 3.5 വർഷത്തോളം സിവിലായും, ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞതാണ്, ക്രിമിനൽ അഭിഭാഷകനായും ഞാൻ ജോലി ചെയ്തു. ആ 3 വർഷ കാലഘട്ടം സത്യം പറഞ്ഞാൽ ഓരോ ചെറിയ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കി. അത് സിവിൽ സൈഡാണെങ്കിലും ക്രിമിനൽ സൈഡാണെങ്കിലും എക്സിക്യൂഷൻ പ്രൊസീഡിംഗ് ആണെങ്കിലും മനസ്സിലാക്കി 3.5 വർഷത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും തിരിച്ച് പൂനെയിലേക്ക് വരുന്നത്. അങ്ങനെ പൂനെയിൽ വന്നതിന് ശേഷം പൂനെയിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ എൻ്റെ ടീച്ചറുടെ ഒപ്പം കേസ് നടത്തിയ ആദ്യത്തെ മർഡർ കേസിൽ പ്രതികളെ വിട്ടതിന് ശേഷം പിന്നെ ഞാൻ തിരിച്ചു വരുന്നത് 2011 നിങ്ങളിപ്പോൾ ചോദിച്ച അതേ ചോദ്യത്തിൻ്റെ ഉത്തരത്തിനായി ഗോവിന്ദച്ചാമിക്ക് വേണ്ടി. മാഗ്നാവിഷൻ ടി വിയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. ഇതിൻ്റെ 2ാം ഭാഗം നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.